നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വയറിനകത്ത് ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ ഹർഷിന എന്ന യുവതിയോട് ഭരണകൂടം പെരുമാറിയത് ക്രൂരമായാണ്. സമാനമായ കേസ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഡോക്ടർ ഹാരിസിന്റെ പരാതിയിൽ സിസ്റ്റത്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ പറയുന്നത് ഇത് വ്യക്തികളുടെ പ്രശ്നമാണ് എന്നാണ്. കത്രിക പോലുള്ള ഉപകരണങ്ങൾ വയറ്റിൽ കിടന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. പിണറായി സർക്കാർ എന്ന കപ്പൽ മുക്കുന്നത് ആരോഗ്യ വകുപ്പാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ NR അരുൺ, KGM-CTA പ്രതിനിധി PS സഞ്ജയ്, H സലാം MLA, CPM പ്രതിനിധി, കോൺഗ്രസ് വക്താവ് VR അനൂപ് എന്നിവർ. ആദ്യം H സലാമിലേക്ക്. സലാം, ഇവിടെ മന്ത്രിയുടെ വിശദീകരണ പ്രകാരം അത് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുടെയും നഴ്സിൻ്റെയോ കുഴപ്പമാണെന്നാണ്. അന്നത്തെ വകുപ്പ് മേധാവിയുടെ വിശദീകരണം നമ്മൾ കേട്ടു. അവരുടെ വിശദീകരണ പ്രകാരം ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ, മേജർ ശസ്ത്രക്രിയ നടക്കുമ്പോൾ അവിടെ സ്ക്രബ് നേഴ്സ് മാത്രം പോരാ, ഒരു ഫ്ലോർ നേഴ്സും വേണമെന്നാണ്. അപ്പോൾ രണ്ട് നഴ്സുമാരും ഒരു ഡോക്ടറും എന്നുള്ളത് ഒരു എന്താണ് പറയുക, അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു സർജറി നടക്കുമ്പോൾ വേണ്ടതാണ്. അവിടെ ഉണ്ടായിരുന്ന ആകെ സ്ക്രബ് നേഴ്സ് മാത്രമാണെന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു ഉപകരണമൊക്കെ ഒരു മനുഷ്യ ശരീരത്തിനകത്ത് മറന്നു വയ്ക്കുക എന്നുള്ള ഒരു അപരാധത്തെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? അപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ മുമ്പ് കോഴിക്കോട്ടുണ്ടായ ആ ഹർഷിന എന്ന യുവതിയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എപ്പോഴും. അതിപ്പോൾ കോടതിയിലോ മറ്റോ ആണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ കർശന നിലപാടെടുത്ത് മാത്രമല്ലേ നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയും? നിശ്ചയമായും ഈ ഉഷ എന്നൊരു രോഗിക്കുണ്ടായൊരു നിർഭാഗ്യകരമായൊരു അനുഭവമാണ്. അതിൽ വളരെ സീരിയസ് ആയി നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ന് ഡോക്ടർ ലളിതാംബിക വളരെ സീനിയറായൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുന്ന പല ഡോക്ടേഴ്സിൻ്റെ അധ്യാപിക കൂടിയായിരുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ പറയില്ലേ, വിദ്യാഭ്യാസം കൂടിയുണ്ട് വിവരം ഉണ്ടാകുന്നില്ലെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നിപ്പോൾ ആ ഡോക്ടറുടെ ഒരു പ്രതികരണത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. കേരളത്തിൽ പ്രതിവർഷം ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏതാണ്ട് 2.25 ലക്ഷം മേജർ സർജറി കേരളത്തിലെ മെഡിക്കൽ കോളേജിലും മറ്റു ഹോസ്പിറ്റലുകളിലും നടക്കുന്നു. 2.25 ലക്ഷം. ആ 2.25 ലക്ഷം സർജറികൾ നടക്കുന്ന കേരളത്തിലെ ഹോസ്പിറ്റലിൽ സിസ്റ്റം ഇല്ലാതെയാണ്. എന്താണ് ഡോക്ടർ ഉദ്ദേശിച്ചത്? എന്താണ് നമ്മുടെ തിയേറ്ററുകളിൽ ഈ സർജറി ചെയ്യുന്നതിനായൊരു പ്രൊസീജിയറില്ലേ? അത് ഇവിടെ KGM-CTA പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ. അത് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ്. നമുക്കുമൊക്കെ പൊതുവെ ഏറെക്കുറെ അറിയാം. ഓപ്പറേഷൻ തുടങ്ങും മുമ്പ് കൊണ്ടുവരുന്ന കിറ്റിൽ എന്തൊക്കെയാണ് കൃത്യമായി രേഖപ്പെടുത്തണമെന്നും സർജറി കഴിയുമ്പോൾ അത് കൃത്യമായി അതിൻ്റെ നമ്പർ ഓരോന്നും വായിച്ച് 2 തവണ ഒരാളല്ല 2 ആൾ അത് 3 പ്രാവശ്യം ചെക്ക് ചെയ്യണമെന്നൊക്കെയാണ്. ആയിക്കോട്ടെ, എന്നാലും 2 പേരെന്തായാലും നിർബന്ധമായി കമ്പൽസറി ആയി തന്നെ ചെയ്യണമെന്നാണ്. ഉഷ എന്ന പേഷ്യൻറ്റിൻ്റെ ഉള്ളിൽ ഈ കത്രിക അല്ലെങ്കിൽ മറ്റൊരു ഉപകരണം ആയിക്കോട്ടെ ഏതാണെന്ന് വരട്ടെ, ആ ഉപകരണം പോയി എന്നുള്ള കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ സിസ്റ്റം എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല. ഇപ്പോൾ ഡോക്ടർ ലളിതാംബിക സർജറി ചെയ്യുന്ന, അപ്പോൾ അവരിപ്പോൾ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല, അവസാന കാലഘട്ടം ചെയ്യാതെ മാറിയിരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ യൂണിറ്റ് ചീഫ് അവരാണ്. ആ ഡോക്ടറോട് ഞാൻ ചോദിക്കുകയാണ്, അവിടെ ഈ വണ്ടാനത്തോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ ചെയ്ത സിസ്റ്റത്തിന് എന്ത് സിസ്റ്റത്തിൽ മാറ്റമാണ് ഇവിടെ ഉള്ളത്? ഈ കേസ് നടത്തിയപ്പോൾ ഉള്ളത് എന്താണ്? എന്ത് വ്യത്യാസം? അവിടെ സിസ്റ്റം ഉണ്ടല്ലോ. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഡോക്ടേഴ്സും അതിൻ്റെ അസിസ്റ്റ് ചെയ്യുന്ന സ്ക്രബ് നേഴ്സ് എന്ന് പറയപ്പെടുന്ന അസിസ്റ്റ് ചെയ്യുന്നവരാണല്ലോ. അവരാണ് ഇത് കൃത്യമായി കൗണ്ട് ചെയ്ത് സർജറി കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അത് കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് ആ കാര്യം രേഖപ്പെടുത്തി ഉത്തരവാദിത്വപൂർണ്ണമായിട്ട് പോകേണ്ട കാര്യം. അതിൽ വന്നൊരു വീഴ്ച, ആ വീഴ്ച സ്വാഭാവികമായിട്ടും ആ OT ടേബിളിൽ ആരെല്ലാമാണോ സർജറിയുടെ ഭാഗമായവർ അവർക്കാണുള്ള വീഴ്ച. ആ വീഴ്ച വേറെ കേരളം മൊത്തമുള്ളൊരു വീഴ്ച അല്ലല്ലോ. ആ ടേബിളിൽ സർജറി ചെയ്ത ഡോക്ടേഴ്സ് അല്ലെ അസിസ്റ്റ് ചെയ്തവർ അവർക്ക് വരുന്നൊരു വീഴ്ചയാണ് ആ ഭാഗം എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ചീഫ് എന്ന് പറയുന്നത് ഡോക്ടർ ലളിതാംബികയാണ്. ആ ഡോക്ടറാണ് ഇന്ന് നിരുത്തരവാദപരമായൊരു ഒരു കമൻറ്റ് പറഞ്ഞത്, മീഡിയയോട് പറഞ്ഞത്, പബ്ലിക്കിനോട് പറയുകയാണ്. അപ്പോൾ അതൊരു ഉത്തരവാദിത്വരാഹിത്യം അവരുടെ ഭാഗത്തുണ്ടായി. ഇത് ചെയ്ത ഡോക്ടേഴ്സിന് റിപ്പോർട്ട് വരട്ടെ. അതിന് പ്രൈമറി റിപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് എൻക്വയറി റിപ്പോർട്ട് വരട്ടെ. PGs ആണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്തില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? യൂണിറ്റ് ചീഫിന് പറയാൻ പറ്റുമോ? PGs ആണ് ഈ സർജറി ചെയ്തതെങ്കിൽ യൂണിറ്റ് ചീഫ് ലൈബിളാണ്, ലൈബിലിറ്റി ഉണ്ട് അവർക്ക്. വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഞാൻ ചെയ്തില്ല വേറെ ഡോക്ടേഴ്സാണെന്ന് പറയാം. പക്ഷേ ലളിതാംബിക മേഡത്തിൻ്റെ
യൂണിറ്റാണ് ഈ പേഷ്യൻസി സർജറി പോസ്റ്റ് ചെയ്തത്, ആ യൂണിറ്റാണ് സർജറി ചെയ്തത്. സ്വാഭാവികമായിട്ടും യൂണിറ്റ് ചീഫ് എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വം ഉള്ള ആ ഡോക്ടർക്കുണ്ട്. പക്ഷേ ആ ഡോക്ടർ ഒരു സാധാരണ ഒരു മാനുഷികമായ രീതി പോലും മെഡിക്കലി മാത്രം കറക്റ്റായിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരു മാനുഷികമായ വിചാരങ്ങളും മറ്റുമൊക്കെ ഇല്ലേ? ഒരു പേഷ്യന്റ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു പിന്നി പോയി സലാം അങ്ങ് വിശദീകരിക്കുന്ന മന്ത്രിയുടെ അതേ വാദങ്ങളാണ്. സലാം അങ്ങ് വിശദീകരിക്കുന്ന മന്ത്രിയുടെ അതേ വാദങ്ങളാണ്. ശരി, ആ ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നമുക്ക് ഈ ഇതിൽ പിഴവ് ആർക്കാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഡോക്ടർമാരുടെ പിഴവാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. നമ്മുടെ മുമ്പിൽ കോഴിക്കോട്ടെ ഒരു ഉദാഹരണം ഇരിക്കുകയാണ്. ആ സ്ത്രീ, ഒരു നിമിഷം, ആ സ്ത്രീ ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുകയാണ് തനിക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോഴാണ് അടുത്ത സംഭവം ആവർത്തിക്കുന്നത്. ഞാനിത് പറയുന്നത് ഇതൊരു വാദഗതിയല്ലല്ലോ. നമ്മുടെ മുന്നിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ആ സംഭവത്തിന് പ്രതിസ്ഥാനത്ത് ആരാണ്? ആ OT ടേബിളിന്റെ ഭാഗമായവരല്ലേ പ്രതിസ്ഥാനത്തുള്ളവർ. ഈ നിലവിലെ സിസ്റ്റം അനുസരിച്ചിട്ട് സർജറി കഴിയുമ്പോൾ ഇത് ഉപയോഗിച്ച ഉപകരണങ്ങൾ കൗണ്ട് ചെയ്ത് കൃത്യമായി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ക്ലോസ് ചെയ്യേണ്ടത് എന്ന സിസ്റ്റമായിട്ടുണ്ടല്ലോ. ആ സിസ്റ്റം നിലനിൽക്കുമ്പോൾ അത് പാലിക്കാതെ അതിൽ നിന്ന് ഒരെണ്ണം ഈ പേഷ്യൻസിന്റെ ഉള്ളിൽ പോയാൽ അതിന്റെ കുറ്റവാളി ആരാണ്? ഡോക്ടർ ലളിതാംബിക തന്നെ പറയുന്നത് 20 കൊല്ലം മുമ്പ് വല്ല ശസ്ത്രക്രിയയിൽ സംഭവിച്ചതാകാൻ വഴിയുണ്ട്. വേണമെങ്കിൽ കത്രിയുടെ രാസപരിശോധന നടത്തിട്ട് എന്നൊക്കെയാണ് പറയുന്നത് ആ ഉപകരണത്തിന്റെ. ഞാൻ പറഞ്ഞത് ഇത് മന്ത്രിയുടെ വാദഗതി, എന്റെ വാദഗതിയല്ല. താങ്കൾ അങ്ങനെ ലഘു ആ പറഞ്ഞ വർത്തമാനത്തെ അങ്ങനെ ലഘൂകരിക്കപ്പെടരുത്. അത് വാദഗതിയല്ല, അത് ഫാക്റ്റാണ്. ആ OT ടേബിളിന്റെ മുന്നിൽ ഈ ഉഷ എന്ന് പറയും. ഞാൻ എന്റെ നാട്ടിൽ പുന്നപ്രകാരിയാണ്. ഞാൻ ഇന്നലെ രാത്രി അങ്ങ് ചോദ്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഹർഷിന എന്ന യുവതിയുടെ സംഭവത്തിൽ നോക്കൂ, കോഴിക്കോട് ഞങ്ങൾക്ക് കത്രിയൊന്നും നഷ്ടപ്പെട്ടില്ല എന്നായിരുന്നു ആദ്യം മെഡിക്കൽ കോളേജിന്റെ വാദം. പിന്നീട് അവർക്ക് മുമ്പ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലൊരു ശസ്ത്രക്രിയ നടത്തി. അവിടെ നിന്നാണോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ ഏത് ആശുപത്രിയിൽ നിന്നാണ് ഇത് നഷ്ടപ്പെട്ടതെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല. ആർക്കാണ് പിഴവെന്ന് പോലും. ഇവിടെയും ഡോക്ടർ ലളിതാംബിക ഉന്നയിക്കുന്ന വാദം ഇത് 20 വർഷം മുമ്പ് നഷ്ടപ്പെട്ടതിൽ കത്രിയാകാം, അതുവേണ്ടി രാസപരിശോധന നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഏത് ഡോക്ടർക്കും തങ്ങളുടെ പിഴവിനെ മുമ്പ് നടന്നതെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, ഞങ്ങളുടെ കത്രിക നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരൊറ്റ വാദത്തിൽ ഇത് തള്ളിക്കളയാൻ കഴിയും. അവിടെയാണ് പ്രശ്നം. അത് സിസ്റ്റത്തിൻ്റെ അല്ലേ? അതില് എൻക്വയറിയുടെ കാര്യത്തിൽ അതിലിപ്പോൾ നിലവിൽ സിസ്റ്റം ഉണ്ട്. നമുക്കിപ്പോൾ ഒരു മെഡിക്കലി ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഏത് ഗവൺമെന്റിന്റെ കാലത്താണെങ്കിലും ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻക്വയറി കമ്മീഷൻ വെക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക, മെഡിക്കൽ പരമായി തന്നെ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ചേർത്താണ് പലപ്പോഴും ഈ എൻക്വയറി ഫോം ചെയ്യുന്ന. അങ്ങനെയാണ് ടീം ഫോം ചെയ്യുന്ന, അങ്ങനെയായിരിക്കും. നമുക്ക് ആകെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് സംഭവം നടന്ന ഹോസ്പിറ്റലിൽ ഒഴിവാക്കിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ വെക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ സംഘടനാ പ്രതിയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അവരുടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുപോലെയുള്ളൊരു കാര്യത്തിൽ മെഡിക്കൽ രംഗത്തെ ഡോക്ടേഴ്സിൻ്റെ സംഘടനകളാണെങ്കിലും ഒരു ശരിയായൊരു നിലപാടിലേക്ക് നമുക്ക് വരാൻ കഴിയണം. ഒരു ഏത് തെറ്റുണ്ടായിക്കഴിഞ്ഞാലും ഞങ്ങളെല്ലാം ഡോക്ടേഴ്സിൻ്റെ കൂടെ എന്നൊരു പ്രസ്ഥാനം ഒരിക്കലും വന്നു ചേരാൻ വേണ്ടി പാടില്ല. എല്ലാ പ്രസ്ഥാനം പൊതു സ്വീകരിക്കേണ്ട ഒരു കാര്യം അങ്ങനെയാണല്ലോ. ഞാൻ പറയുന്നത് എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ഉൾപ്പെടെ ഞാൻ പറയും, തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് പറയാൻ കഴിയുന്നൊരു സന്ദർഭം പല കാരണത്താൽ നമ്മുടെ ഈ മേഖലയിൽ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ കഴിയില്ല എന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളരെ സീരിയസ് ആയ ഡോക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ പേഴ്സണൽ തന്നെ പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവരുടെ ഒരു പക്ഷേ അധ്യാപികയായിട്ട് പഠിപ്പിച്ച ഒരാളായിരിക്കും. ഇങ്ങനെ എല്ലാം ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. ഇതിന് പുറത്തേക്കുള്ള ഒരാളെ ചേർത്തുള്ള എൻക്വയറി പലപ്പോഴും നമ്മുടെ സിസ്റ്റത്തിൽ ഡോക്ടേഴ്സ് തന്നെയാണ് എൻക്വയറി ആയിട്ട് വരിക. ചിലപ്പോൾ ചില കേസിൽ ഇപ്പോൾ നഴ്സിംഗ് സൈഡിൽ ശരിയാക്കാതിന്റെ ഉത്തരവാദി ആരാണെന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് പരസ്പരം വിളിച്ചുകൊണ്ട് ഞാൻ വരാം. ഡോക്ടർ PS സഞ്ജയ്, ഈ ഇന്ന് ഡോക്ടർ ലളിതാംബിക വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നത്, ഒന്ന് പറഞ്ഞോട്ടെ, കോഴിക്കോട് കേസിൽ ഒരു പോയിന്റ് ഇവിടെ. കോഴിക്കോട് കേസിൽ ഇപ്പോൾ നേരത്തെ പിന്നെ അജിംസ് പറഞ്ഞൊരു പ്രശ്നം വന്നു. അപ്പോൾ നമ്മളെന്താ ഒരു നിലപാട് സ്വീകരിച്ച് പോലീസ് കേസിലേക്ക് പോകണം. ഞാൻ പറയുന്നത് ആലപ്പുഴയിലെ ഇപ്പോൾ ഉണ്ടായ കേസും ഈ യൂണിറ്റ് ചീഫായിട്ടുള്ള ഡോക്ടർ ലളിതാംബിക ഇങ്ങനൊരു പരസ്യമായൊരു വാദഗതി കൂടി ഉന്നയിച്ച സ്ഥിതിക്ക് ഇതും പോലീസ് കേസിലേക്ക് കൂടി കൊടുക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. MLA എന്നതിലേക്ക് ഞാൻ പറയുകയാണ്, ഈ മണ്ഡലത്തിൽ MLA എന്നതിലേക്ക് ഞാൻ പറയുകയാണ്. ഈ ആലപ്പുഴയിലെ കേസ് ഉൾപ്പെടെ പോലീസ് എൻക്വയറിക്ക് പോകണം. ഈ ഡോക്ടർ ഉൾപ്പെടെ ഇത്തരം ഒരു വാദഗതിയുമായി വന്ന സ്ഥിതിക്ക് അത് കേവലമായൊരു മെഡിക്കൽ ടീമിൻ്റെ എൻക്വയറി മാത്രമല്ല, അത് പോലീസിൻ്റെ എൻക്വയറിയിലേക്ക് ഉൾപ്പെടെ പോകുന്ന നിലയിലേക്കുള്ള സിസ്റ്റത്തിലേക്ക് പോകണം എന്നാണ് അത് സംബന്ധമായി എനിക്ക് പറയാനുള്ള കാര്യം.
ശരി. ശ്രീ ഡോക്ടർ പി എസ് സഞ്ജയ്, ഇന്ന് ഡോക്ടർ ലളിതാംബിക വിശദീകരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഫ്ലോർ നേഴ്സ് ഉണ്ടായിരുന്നില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നുള്ളതാണ്. ഒരു സ്ക്രബ് നേഴ്സും ഒ ടിയിൽ സ്ക്രബ് നേഴ്സ് ഒരു സർജറി ചെയ്ത സർജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫ്ലോർ നേഴ്സ് നിർബന്ധമാണോ ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ? ഇപ്പോൾ നമ്മുടെ സ്റ്റാഫ് പെർസെൻറ്റേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ, സ്റ്റാഫ് അനുപാതം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സ്ക്രബ് നേഴ്സും ഒരു സർജനും ഉണ്ടെങ്കിൽ ഇത്തരം പിഴവുകളില്ലാതെ സർജറി നടക്കില്ലേ? ഇത് നടന്നത് ഒരു പക്ഷേ കോവിഡ് കാലത്താണെന്ന് തോന്നുന്നു, 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ. അത്തരം എന്താണ് പറയുക, കുറച്ച് ബ്ലീഡിംഗ് ആയിട്ടുള്ളൊരു സംഭവം കൂടി ഉണ്ട് അതിൽ. എങ്കിൽ പോലും ഫ്ലോർ നേഴ്സ് ഇല്ലാതെ സർജറി നടക്കില്ല, അങ്ങനെ നടന്നാൽ ഇങ്ങനെ അബദ്ധങ്ങൾ വരും എന്നാണോ പറഞ്ഞതിനർത്ഥം? അതിന് തന്നെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ദുര്യോഗം അനുഭവിച്ച ഉഷ എന്ന് പറയുന്ന സാധാരണക്കാരിയായ വീട്ടമ്മയോട് KGMCTക്കുള്ള സഹാനുഭൂതിയും അതുപോലെ തന്നെ ഈ സംഭവത്തിൽ അവർ നേരിട്ട വേദനയ്ക്കുള്ള ഒരു ഖേദവും പ്രകടിപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിന്റെ അന്വേഷണം ഏതായാലും അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറ്റക്കാരാണ്, ആരെ ശിക്ഷിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും അഭിപ്രായം പറയാനായിട്ട് ഞാനിപ്പോൾ തയ്യാറല്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ സർജറി എന്ന് പറയുന്നത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ WHO, അതായത് നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു സർജറി ചെയ്യുമ്പോൾ ഒരു ഡോക്ടറല്ല, ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാനായിട്ട് മറ്റു ഡോക്ടർമാർ കാണും. അതോടൊപ്പം തന്നെ ഒരു സ്ക്രബ് നേഴ്സ്, ഒരു ഫ്ലോർ നേഴ്സ്, പിന്നെ തിയേറ്റർ അറ്റൻഡന്റ്മാർ, ഇങ്ങനെയുള്ള ഒരു ടീമാണ് സർജറി ചെയ്യുന്നത്. അപ്പൊ അവിടെ രോഗാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ എന്ത് വേണം? ഫ്ലോർ നേഴ്സ് വേണം. ജീവൻ വെച്ച് കളിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാളുടെ പോരായ്മ ഉണ്ടായാൽ അതൊരു കുഴപ്പമാകുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. എല്ലാവരും വേണ്ടതാണ്. പക്ഷെ നമ്മളുടെ ഈ പറഞ്ഞ പരിമിതികൾ കൊണ്ട് ഈ പറയുന്ന ഫ്ലോർ നേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കില്ല. കാരണം നമ്മുടെ ആശുപത്രികളിൽ രോഗാരോഗ്യ സംഘടനയുടെ അനുപാതം അനുസരിച്ച് 6 രോഗികൾക്ക് ഒരു നേഴ്സ് എന്ന് പറയുന്നു. ഇവിടെ ആ വാർഡിലും മറ്റുമൊക്കെ 60 രോഗികൾക്ക് ഒരു നേഴ്സാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഫ്ലോർ നേഴ്സ് എന്ന് പറയുന്ന സംവിധാനം നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ പ്രായോഗികമായിട്ട് ഇനി നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഇത് ഓടിച്ചുകൊണ്ട് പോകും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഇപ്പൊ ഈ സർജറി ചെയ്ത കേസ് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെക്കിങ് നടന്നിട്ടുണ്ട്. അതായത് ഇൻസ്ട്രുമെന്റ് എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടിട്ടുണ്ട് സ്ക്രബ് നേഴ്സ്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് രേഖപ്പെടുത്തി വെക്കുക എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതിന് ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ. ആദ്യം ലോകാരോഗ്യ സംഘടനയുടെ ഒരു സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതനുസരിച്ചാണെങ്കിൽ ഈ സർജറി തുടങ്ങുന്നതിന് മുമ്പ് 1-2-3 പേര് ഇതെണ്ണി തിട്ടപ്പെടുത്തി അത് രേഖപ്പെടുത്തി വെക്കുകയും സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് ഭാഗമാണോ സർജറി ചെയ്യുന്നത് അത് തയ്ച്ച് അടക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും എണ്ണി തിട്ടപ്പെടുത്തി ടാലിയാക്കുകയും ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. പക്ഷെ ഇവിടെ ഇത് കൃത്യമായിട്ട് നടക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലേക്ക് വരുന്ന ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലുണ്ട്. ജനങ്ങൾ ഇപ്പോഴും എന്തൊക്കെ പോരായ്മ സിസ്റ്റത്തിനുണ്ടെന്ന് പറഞ്ഞാലും സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും വിശ്വാസ്യതയോട് ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. അത് നമ്മുടെ കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റുകളും അവിടെ വർക്ക് ചെയ്ത ഡോക്ടർമാർ എല്ലാവരെയും മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ 1960 ഒരു സ്റ്റാഫ് പാറ്റേൺ വെച്ചുകൊണ്ട് ഇന്നത്തെ പോപ്പുലേഷനെ ട്രീറ്റ് ചെയ്യാൻ, ഇന്നത്തെ ആളുകളുടെ എക്സ്പെക്ടേഷൻ ഉണ്ട് നമുക്ക് കിട്ടേണ്ട ചികിത്സയെ പറ്റി, അതിനെ ഫുൾഫില്ല് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. അപ്പൊ ഇവിടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം കോഴിക്കോട് സംഭവിച്ചതും അങ്ങനെയുള്ള പല സംഭവങ്ങൾ ചെറിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ മനോരമയുടെ ഇന്നത്തെ ഫ്രണ്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ഒരു ചില്ല് കയറിയ ഒരാൾ വന്നിട്ട് 50-60 ദിവസം കഴിഞ്ഞാണ് ചില്ലെടുത്ത് മാറ്റിയെന്ന് പറഞ്ഞ ഒരു വാർത്ത കിട്ടും. അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് എല്ലാ തിയേറ്ററിൽ മാത്രമല്ല, കാഷ്വാലിറ്റിയിൽ വെച്ച് ഹാൻഡിൽ ചെയ്യാവുന്ന കേസിലൊക്കെ വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം വർദ്ധിച്ചു വരുന്ന രോഗികളെ കൈകാര്യം ചെയ്യുവാനുള്ള ആവശ്യത്തിനുള്ള മാൻ പവർ നമ്മുടെ ആശുപത്രികൾക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഈ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ശരി. ശ്രീ വി ആർ അനൂപ്, ഇവിടെ ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്നത് കണ്ടു. എൻ്റെ ചോദ്യം, ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, ചെറിയ സംഭവങ്ങൾ എന്നാണ് ഇപ്പോൾ ഡോക്ടർ സഞ്ജയ് പറയുന്നത്. ചെറിയ സംഭവങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അശ്വിനിയുടെ സംഭവമുണ്ട്. അപ്പോൾ ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല. ഇതെന്താണെന്ന് വെച്ചാൽ പഴയ സ്റ്റാഫ് പാറ്റേൺ, 60 സ്റ്റാഫ് പാറ്റേൺ പിന്തുടരുന്നതുകൊണ്ട് രോഗികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടും മാനുഷികമായ അബദ്ധങ്ങൾ ഡോക്ടർമാർക്ക് പറ്റുന്നതാണ്. മാനുഷികമായ അബദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ, ഒരു വണ്ടി റിപ്പയർ ചെയ്യുമ്പോൾ
അല്ല, ഇവിടെ ഡോക്ടർമാരെ മാത്രം പറയാം, ഇതൊരു ടീം വർക്കാണ്. ശരി, ഇത് ഡോക്ടർമാരെ മാത്രമല്ല, ഞാൻ മാനുഷികമായ അബദ്ധം എന്ന് പറഞ്ഞാൽ ടീമിൻ്റെതാണ്, അവർ മനുഷ്യരാണല്ലോ. അപ്പോൾ ഒരു വണ്ടി നന്നാക്കുമ്പോൾ ഒരു സ്പാനർ വണ്ടിക്കകത്ത് മറന്നു വയ്ക്കുന്നത് പോലെ പറ്റുന്നൊരു അബദ്ധം എന്നതിനെ കാണാൻ പറ്റുമോ? അതല്ല ഇതിനൊരു കൃത്യമായ പ്രോട്ടോകോളോ സിസ്റ്റമോ സ്റ്റാഫ് പാറ്റേണോ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണോ? ഇത് അത്തരം സംഭവങ്ങളെ അങ്ങനെ ലഘൂകരിക്കാനായി പാടില്ല. ഇപ്പോൾ ഞാൻ ഡോക്ടർമാർക്കെതിരല്ല, എൻ്റെ ഭാര്യ ഒരു ഡോക്ടറാണ്, കാഷ്വൽ മെഡിക്കൽ ഓഫീസറാണ്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെ അങ്ങനെ ഈ പറയുന്ന ഒറ്റപ്പെട്ട എന്നൊക്കെ ലഘൂകരിനകത്ത് കൃത്യമായതുണ്ട്. ഇവിടെ റോമാനഗരം കത്തിയുമ്പോൾ വീണ വായിക്കുന്ന നീറോ ചക്രവർത്തി എന്നുള്ളത് പഴയ ഒരു പ്രയോഗമാണ്. പക്ഷെ മന്ത്രി വീണ ജോർജ് 5 വർഷമായി വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരിക്കലും അവർ പറയുന്നു സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് പറയുന്നു, അവർ പറയുന്നു വ്യക്തികളുടെ പരാജയമാണെന്ന് പറയുന്നു. പക്ഷെ ഇത് സിസ്റ്റവും വ്യക്തികളുടെയും കാര്യത്തിൽ ഇവർക്കൊരു ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് ചോദ്യം. ഇവർ പിന്നെ എന്ത് പിണ്ണാക്കിനാണ് മന്ത്രിയായിരിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇതിപ്പോ കോഴിക്കോട് താങ്കൾ തന്നെ സൂചിപ്പിച്ചു, കോഴിക്കോട് സംഭവിക്കുന്നു, ആലപ്പുഴയിൽ സംഭവിക്കുന്നു, ഇത് ആവർത്തിച്ചു വരുന്നു, കൈ മുറിച്ചു മാറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതിനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ മന്ത്രിയായാലും ഡോക്ടർമാരുടെ പ്രതിനിധികളായാലും ആരായാലും ശ്രമിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇവിടെ ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് വരുന്ന ന്യായീകരണങ്ങൾ എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ? ഇപ്പോ നേരത്തെ പറഞ്ഞത് എന്താ, ആ കത്രിക എന്ന് പറയുന്നത് ഞങ്ങളുടെ കാലത്തേതല്ല എന്നാ പറയുന്നത്. ഇനി ഇതിനെ ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളായ ആളുകൾക്ക് വേണ്ടി പറയാവുന്ന ഒരു ന്യായീകരണം, കത്രികയങ്ങ് UDF ഭരണകാലത്തെ കത്രികയാണെന്ന് പറയണം, CPM കാലത്തെ കത്രികയല്ല എന്ന് പറഞ്ഞ് ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന അത് ഏറ്റുപറയാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും കാരണം ശിലകളെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ്. ഇത്തരം നിരുത്തരവാദപരമായ സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അക്കൗണ്ടബിൾ ആയ ഒരു ഭരണ സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ അതിന്റെ മറ്റൊരു വശമുണ്ട്, ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്നുണ്ട്, നഴ്സുമാരുടെ ജോലിഭാരം എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു പ്രശ്നമാണെന്നേ. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയ. നാളെ ഇവിടെ നഴ്സുമാരുടെ സംഘടന പണിമുടക്കിലാണ്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ ശമ്പളം സംസ്ഥാന സർക്കാർ മേഖലയിലെ ശമ്പളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണെന്ന് പറയുമ്പോൾ PSC അംഗങ്ങൾക്ക് വാരിക്കോരി ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്ന ഒരു സംവിധാനത്തിന് കീഴിൽ ഇത്തരം ഒരു ശമ്പള ഏകീകരണം നടപ്പിലാക്കാൻ ഇവിടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അത് ഈ വീണ ജോർജ് പ്രതിനിധാനം ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പരാജയമാണ്. എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ ആരോഗ്യ മേഖല സമ്പൂർണ്ണ പരാജയമാണെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സഖാവ് സലാമിനെ പോലുള്ള ആളുകൾ ഇത് ഏതെങ്കിലും ഡോക്ടർമാരുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ കഴിയില്ല, ഇത് സിസ്റ്റത്തിന്റെ പരാജയം എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കാണ്. വ്യക്തികളുടെ പരാജയമാണെങ്കിലും അതിന്റെ മോണിറ്ററിംഗിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്ക് തന്നെയാണെന്നേ. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ പൊതുജന ആരോഗ്യം, അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയ നേരത്തെ പറഞ്ഞ പൊതുജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട നഴ്സ് പോലുള്ള സംവിധാനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, ഡോക്ടർമാരുണ്ട്. ഇവർക്കൊന്നും തൃപ്തികരമായ തരത്തിൽ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിൽ ഈ സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ഈ പറയുന്ന കോഴിക്കോട് ഇത് സംഭവിക്കുമ്പോഴും ആലപ്പുഴയിൽ ഇത് സംഭവിക്കുമ്പോഴും വ്യക്തികളുടെ അലംഭാവമായോ ഒറ്റപ്പെട്ട സംഭവമായോ അതിനെ നിർത്താൻ, അതിനെ അങ്ങനെ ചിത്രീകരിക്കാൻ ആർക്കും കഴിയില്ല. നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ജീവന്, മനുഷ്യന്റെ അവയവത്തിന്, മനുഷ്യനെ കൈകാര്യം ചെയ്തതിൽ നിരന്തര വീഴ്ച ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരം പറയാൻ മന്ത്രി വീണ ജോർജ് ബാധ്യസ്ഥയാണെന്നേ. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ AR മേനോനാ. VM സുധീരൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രഗത്ഭമതികളായുള്ള ആളുകൾ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും അവരുടെ കാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഇത്തരം സംഭവങ്ങളുടെ പെരുകലിന് വ്യക്തിപരമായി ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വീണ ജോർജിനാണ്. അതിന്റെ തീർച്ചയായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്നേ. നിരന്തരം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു, അതിനെ വളരെ അലംഭാവത്തോടുകൂടി സമീപിക്കുന്നു, അതിനുള്ള ഉത്തരം പറയുന്ന ആളുകളെ, അതിന്റെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ പരിഹസിക്കുന്നു. ഈ മന്ത്രിയുടെ ഈ പറയുന്ന പൊതു മനോഭാവം എന്ന് പറയുന്നത് ധാർഷ്ട്യവും പരിഹാസ. ഇതിനെങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുമ്പോൾ മന്ത്രി എന്താ പറയുന്നത്? ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പതാകയിൽ കൂടുതൽ കരിങ്കൊടി പിടിക്കുന്ന ആളുകളാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അങ്ങനെ കരിങ്കൊടി പിടിക്കേണ്ട സാഹചര്യം സംസ്ഥാനത്ത് മന്ത്രി ഉണ്ടാക്കി എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. സംസ്ഥാനത്തെ ഈ ഇത്തരം ആരോഗ്യ മേഖലയെ കുറിച്ച്, പൊതുജനാരോഗ്യത്തെ കുറിച്ച് നമുക്കുള്ള സങ്കല്പം എന്താ? പൊതുജനാരോഗ്യ മേഖല എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും വിശ്വാസ്യതയോടുകൂടി സമീപിക്കാനുള്ള സംവിധാനം എന്നുള്ളതിലല്ല. പക്ഷെ അത് അമ്പേ പരാജയപ്പെട്ടു. അത് ഈ സർക്കാരിന്റെ പരാജയമാണെന്നേ, മന്ത്രിയുടെ പരാജയമാണെന്നേ. ഇവരുടെ ഈ കഴിഞ്ഞ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ? ഒരു ഡോക്ടർ, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡോക്ടർ, ആ ഡോക്ടർ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനല്ലല്ലോ.
ഈ പറയുന്ന CPM-ന്റെ അനുഭാവിയായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും LDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു ഡോക്ടർ, അദ്ദേഹം ഈ പറയുന്ന സർക്കാർ സംവിധാനത്തിന്റെ പിടിപ്പുകേടിനെ കുറിച്ച്, ശസ്ത്രക്രിയക്ക് വേണ്ടത്ര ഉപകരണങ്ങളില്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം പബ്ലിക്കായി പ്രതികരിച്ചപ്പോ അദ്ദേഹത്തിനെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിടുക. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് പകരം, അത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നായാലും ഈ പറയുന്ന നഴ്സിംഗ് സംഘടനകളുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും അതിനെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം, അതിനെ അഡ്രസ് ചെയ്യുന്നതിന് പകരം പറയുന്ന ആളുകളെ പരിഹസിക്കുക എന്നത് ഈ മന്ത്രിയുടെ പൊതു രീതിയായിരിക്കുന്നു. ഇതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം മന്ത്രി വീണ ജോർജിനാണ്. അവരുടെ അഹങ്കാരമാണ്, അവരുടെ ഉദാസീനമായ മനോഭാവമാണ്, അവരുടെ ധാർഷ്ട്യമാണ്. അവർ ഇതിന് ഉത്തരം പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ശരി, ഡോക്ടർ NM അരുൺ, ഈ കേരളത്തിലെ പൊതുജനാരോഗ്യം സംബന്ധിച്ചൊരു വലിയ ഡിബേറ്റ് ഭരണപ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ നടക്കുന്നുണ്ട്. അത് മികച്ചതാണ് എന്ന്, ലോകപ്രശസ്തമാണ് എന്ന്, ലോകം അംഗീകരിച്ചതാണ് എന്ന് ഭരണപക്ഷം വാദിക്കുമ്പോൾ, അങ്ങനെയല്ല, ഈ സിസ്റ്റം മൊത്തം ഫെയിലറാണ് എന്ന് പ്രതിപക്ഷവും വാദിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി സ്വകാര്യ ആരോഗ്യ മേഖലയിൽ കുത്തകകളുടെ നിക്ഷേപം വലിയ ഭീഷണിയായി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ അതേക്കുറിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യാവസ്ഥ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലാണ്. അപ്പോഴാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ചെറിയ സംഭവങ്ങൾ എന്ന് വ്യാഖ്യാനിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നത്. ഇത് സിസ്റ്റത്തിൻ്റെ ഫെയിലറാണോ, അതല്ല ഇതിന് പിന്നിൽ മറ്റു വല്ലതുമാണോ? ശ്രീമതി ഉഷ എന്ന രോഗിക്ക് ഉണ്ടായിട്ടുള്ള ആ അനുഭവം വളരെ നിർഭാഗ്യകരമാണ്. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. അത് ഒരു പിഴവ് തന്നെയാണ്, നമ്മൾ അംഗീകരിക്കുകയാണ്. എന്നാൽ നമ്മൾ എന്ത് പിഴവ് ഉണ്ടാകുമ്പോഴും നമ്മളതിനെക്കുറിച്ച് പഠിച്ച് എന്തുകൊണ്ട് പിഴവ് ഉണ്ടായി എന്നാണ് പരിശോധിക്കേണ്ടത്. പിഴവ് ഒരു എറർ വരുമ്പോൾ അതിന് കാരണങ്ങളുണ്ടാവും. ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഇത് എണ്ണണ്ടെന്ന് തീരുമാനിക്കില്ല. ഒരു ഡോക്ടറോ നേഴ്സോ ഒരു ആർട്ടറി ഫോഴ്സെപ്സ്, കത്രികയല്ല, ആർട്ടറി ഫോഴ്സെപ്സ് ആണ്, ആർട്ടറി ഫോഴ്സെപ്സ് ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ച് തുന്നണം എന്ന് ഒരിക്കലും വിചാരിക്കില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ, നേരത്തെ നമ്മുടെ KGMCTയുടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ പരിമിതികൾ ഒരുപാടുണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മൾ എന്തൊക്കെ തള്ളി മറിച്ചാലും, നമ്മൾ 1-ാം നമ്പറും 2-ാം നമ്പർ എന്നൊക്കെ പറഞ്ഞാലും ഈ സിസ്റ്റത്തിന് ഒരുപാട് പരിമിതികൾ. നമ്മൾ ഈ 1-ാം നമ്പർ എന്ന് പറയുന്നതൊക്കെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഗുണം കൊണ്ട് മാത്രമല്ല. നമ്മൾ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ്, വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനമാണ്, സാമൂഹ്യ രീതിയിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനമാണ്. അതെല്ലാം കാരണം നമ്മുടെ ഹെൽത്ത് പാരാമീറ്റേഴ്സ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും എല്ലാം വളരെ ഇമ്പ്രൂവ്ഡ് ആണ്. ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ, എല്ലാവരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നൊരു ബിഹേവിയർ എല്ലാം ഉള്ളൊരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഹെൽത്ത് ഇൻഡസ്ട്രി എല്ലാം വളരെ നമ്പർ 1 ആയി നിൽക്കുന്നത്. അതല്ലാതെ സർക്കാർ ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ടല്ല. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. സർക്കാർ ആശുപത്രി ഇപ്പോഴും നല്ല രീതിയിൽ നടക്കുന്നത് അവിടെയുള്ള ഡോക്ടർമാർ അവരുടെ ചോര നീരാക്കി പണിയെടുത്തിട്ടാണ്. അവരുടെ ഡബിൾ ഷിഫ്റ്റും ട്രിപ്പിൾ ഷിഫ്റ്റും എല്ലാം എടുത്തിട്ട് പണിയെടുത്തിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഡോക്ടർമാർ മാത്രമല്ല, നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും എല്ലാവരും ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാഫ് പാറ്റേണോ അതിനനുസരിച്ച് കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കാനോ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ സർക്കാരിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള നിർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. ഇപ്പോഴും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണെങ്കിൽ 1000-ലധികം ഡോക്ടർമാരുടെ ഒഴിവുണ്ട്, നേഴ്സുമാരുടെ ഒരു 900 ചില്ലാനും ഒഴിവുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ 700-ലധികം ഒഴിവുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു നേഴ്സ്, അതായത് സ്ക്രബ് ചെയ്യാതെ, അതായത് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വേഷങ്ങളെല്ലാം ഇട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുള്ള നേഴ്സിന് എണ്ണാനോ അല്ലെങ്കിൽ എഴുതി വെക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ വേറെ നേഴ്സ് വേണം. ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ നേഴ്സ് വേണം. എത്ര ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ നേഴ്സിൻ്റെ എവിടെയില്ല. പക്ഷേ അതൊന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടി ചെയ്യുകയാണ്. നമ്മൾ അത്രയധികം രോഗികൾക്ക് ബുദ്ധിമുട്ട് വരാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന്, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ വലിയ നിക്ഷേപം വരുന്നു എന്നെല്ലാം പറഞ്ഞു, അത് ശരിയാണ്. അത് ആരോഗ്യരംഗത്തിന് ചിലപ്പോൾ ഹാനികരമായിട്ട് ഇതിനെ ബാധിക്കാം. അപ്പോൾ സർക്കാർ നിക്ഷേപം കൂട്ടണം. നിക്ഷേപം കൂട്ടുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടിയിട്ടല്ല, കെട്ടിടങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞത്. ആ കെട്ടിടങ്ങൾ വലുതാവും തോറും അതിൽ ജോലി ചെയ്യാനുള്ള ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫും ഇരട്ടിയോ 3 ഇരട്ടിയോ ഉണ്ടാവേണ്ടി വരും. എത്രയോ ഡോക്ടർമാരും നഴ്സുമാരും ജോലിയില്ലാതെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഡോക്ടർമാരുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. പക്ഷേ സർക്കാർ മേഖലയിൽ ഇല്ല. സ്വകാര്യ മേഖലയിലുണ്ട്. പക്ഷേ സ്വകാര്യ മേഖലയിൽ അത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സർക്കാർ അവരുടെ ഹെൽത്ത് ബഡ്ജറ്റിൽ ഈ എംപ്ലോയീസിനെ നിയമിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഇരട്ടിയോ 3 ഇരട്ടിയോ ആക്കണം. ഇനി വരുന്ന സർക്കാരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും. ഒരു കാര്യം ഞാൻ പറയാം, ഈ കേരളം നമ്പർ 1 എന്ന് പറയും, ഇവിടെ എല്ലാം ഉണ്ട് എന്ന് ചെയ്യുമ്പോൾ രോഗികളുടെ പ്രതീക്ഷകൾ വളരെ വർദ്ധിക്കും. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് സിസ്റ്റത്തിന് നമുക്ക് നിലനിൽക്കാൻ യാതൊരു അത്രയ്ക്കുള്ള ഒരു നമ്പർ ഓഫ്
ആൾക്കാരില്ല, അതിനനുസരിച്ചുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ പ്രതീക്ഷകൾ രോഗികളുടെ വല്ലാതെ വർദ്ധിപ്പിക്കുകയും എന്നാൽ അതേസമയം ആ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ആശുപത്രിയിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഡോക്ടർമാരെ തല്ലുന്ന രീതിയിലേക്കൊക്കെ പൊതുജനങ്ങൾ മാറുന്നത്. അത് തികച്ചും മോശമായൊരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാം തന്നെ ഒരേ സർക്കാർ തന്നെയാണ് തുടർന്ന് ഭരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായി. നോക്കൂ, ഇപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്, രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും ആരോഗ്യ മേഖല ഒരു സർക്കാരിന്റെ കാലത്ത് പുകഴ്ത്തൽ കേട്ടെങ്കിൽ, വാഴ്ത്തൽ കേട്ടെങ്കിൽ, രണ്ടാം സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന അതാണ്. അപ്പോൾ ഇത് അഡ്മിനിസ്ട്രേഷന്റെ പ്രശ്നമാണോ, സിസ്റ്റത്തിന്റെ പ്രശ്നം? ഇതേ സിസ്റ്റം അല്ലേ ശൈലജ ടീച്ചറുടെ കാലത്ത് ഉണ്ടായിരുന്നത്? ഞാൻ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നില്ല. മൊത്തത്തിൽ അങ്ങനെയാണെങ്കിൽ അന്ന് ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവുകയും പിന്നെ സ്റ്റാഫ് പാറ്റേൺ അതനുസരിച്ച് വർദ്ധിപ്പിക്കാതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ മാത്രം കുറ്റം പറയല്ല. നമ്മൾ ശ്രദ്ധിക്കുന്ന പലപ്പോഴും കുറച്ച് ഒരു ഹൈപ്പ് കിട്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അല്ലെങ്കിൽ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുക, അല്ലെങ്കിൽ വലിയൊരു 6 നില ബിൽഡിംഗ് തുടങ്ങുക, അതിനെല്ലാം നല്ല ഹൈപ്പ് ഉണ്ടാവും, നല്ല ഇതുണ്ടാവും. ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ഇപ്പോൾ ഒരു സാധാരണ നേരത്തെ ഒരു ആൻജിയോപ്ലാസ്റ്റി നടക്കാൻ വൈകിട്ട് മരിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ടായി. അപ്പോൾ അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിക്ക് സ്വന്തമായിട്ടൊരു വാർഡ് പോലും ഇല്ല. കാർഡിയോളജി രോഗികളൊക്കെ തന്നെ 4 വാർഡിലാണ് കിടക്കുന്നത്. കാർഡിയോളജിയിൽ പുതിയ ICU ഇതുവരെ തുറക്കാൻ പറ്റിയിട്ടില്ല. പാരാമെഡിക്കൽ സ്റ്റാഫിന് ഇപ്പോൾ തുറന്നോന്ന് എനിക്കറിയില്ല, 2 മാസം മുമ്പത്തെ കഥയാണ് പറയുന്നത്. പാരാമെഡിക്കൽ സ്റ്റാഫ് ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കുറേ കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുകയും ഇപ്പോൾ ഇതാ KGMCTയും KGMOയും ഒക്കെ സമരത്തിലാണ്. അതുകൊണ്ട് ഈ ഹെൽത്ത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആരും സംതൃപ്തരല്ല. അവർക്ക് ആവശ്യത്തിനുള്ള അവരുടെ സേവന വേതന വ്യവസ്ഥകൾ അവർക്ക് വേണ്ട, അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ശമ്പളങ്ങൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുന്നു, അതിനനുസരിച്ച് തസ്തികൾ ഉണ്ടാക്കുന്നില്ല. ഓരോ ഇൻസ്പെക്ഷൻ വരുമ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കുറേ പേര് അങ്ങോട്ട് മറ്റേ ഭാഗത്തേക്ക് മാറ്റുന്നു, പിന്നെ തിരിച്ചു മാറ്റുന്നു. ഇപ്പോൾ KGM നെടുമങ്ങാട്ടൊരു സംഭവത്തിൽ ഇതേമാതിരി അവിടുത്തെ ആശുപത്രി സൂപ്രണ്ടിനെയൊക്കെ തല്ലാനാണ് ആൾക്കാർ പോകുന്നത്. ഒരു കാരണമില്ല. ദൃശ്യമാധ്യമങ്ങളിൽ പരാതി കേട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യരക്ഷ ഈ പ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഒരു മനോവീര്യം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പിന്നെ എന്തിനു വേണ്ടി നമ്മളിങ്ങനെ ഇത്ര വിഷമിച്ച് ജോലി ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആരോഗ്യ രക്ഷ ഇതിൽ ഒരുപാട് ബഡ്ജറ്റിലൊക്കെ ഒരുപാട് പൈസയൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും നമ്പർ ഓഫ് സ്റ്റാഫിനെ കൂട്ടി ഫെസിലിറ്റീസ് കൂട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതാണ് ഇതെല്ലാം ഇതിൽ സൂചിപ്പിക്കുന്ന അതാണ്. ഇതുകൊണ്ട് ഞാനിതിനെ ന്യായീകരിക്കുകയല്ല. ഈ ഫോർസെപ്സ് മറന്നു വെച്ച് തെറ്റായ കാര്യം തന്നെയാണ്, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ സർക്കാർ കൊടുക്കുകയും വേണം. അത് ഹർഷീനയുടെ കാര്യത്തിലും അതെ, കൃത്യമായ കോമ്പൻസേഷൻ അത് കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് കൊടുക്കുകയും വേണം. പക്ഷേ ഇത് ഇനി വരാതിരിക്കണമെങ്കിൽ വെറുതെ ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു നഴ്സിനെ സസ്പെൻഡ് ചെയ്തിട്ടോ കാര്യമില്ല. കൂടുതൽ തസ്തികൾ സൃഷ്ടിക്കുകയും അവിടെയെല്ലാം ആളുകളെ നിയമിക്കുകയും ചെയ്തു കഴിഞ്ഞ് ഒരു നല്ല രീതിയിൽ ഹെൽത്ത് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കുകയുള്ളൂ. സലാം, ഇവിടെ 2 കാര്യങ്ങളാണ് 2 ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, സ്റ്റാഫ് പാറ്റേണിൻ്റെ ഒരു അപര്യാപ്തത. 2, വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചറില്ലായ്മ. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇത് പരിഹരിക്കേണ്ടത് ഭരണകൂടമാണ്, മന്ത്രിയാണ്. മന്ത്രി പകരം വിരൽ ചൂണ്ടുന്നത് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ്. ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് ഈ പിഴവ് സംഭവിക്കുന്നതെന്നാണ് ഈ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് പറഞ്ഞു ഈ പോലീസ് അന്വേഷിക്കട്ടെ എന്ന്. ഇനി പോലീസ് അന്വേഷിച്ചിരിക്കട്ടെ, അങ്ങ് ഒരു ലോ മേക്കറാണല്ലോ. ഏത് നിയമം വെച്ചാണ് ഈ ഡോക്ടറെ പ്രോസിക്യൂട്ട് ചെയ്യുക? നിങ്ങൾ ആശുപത്രിയുടെയും ആരോഗ്യ പ്രവർത്തന സംരക്ഷണത്തിന് വേണ്ടി നിയമം ഉണ്ടാക്കിയൊരു സർക്കാരാണിത്. ഇതിനകത്ത് 2 ഡോക്ടർമാർ സംസാരിച്ചപ്പോൾ ഞാൻ കേൾക്കുകയായിരുന്നു. അതിനകത്ത് ഒരു കാര്യം ഞാൻ അവരോട് പറയുന്നത്, എല്ലാ ബഹുമാനം നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ പാടുള്ളൂ. ഇന്ന് രാവിലെ ഡോക്ടർ ലളിതാംബിക പറഞ്ഞ ഭാഷയിൽ വ്യത്യാസമല്ലേ ഇവിടെ ഇവർ പറഞ്ഞു വന്നപ്പോൾ, അവസാനം ഇവർ പറഞ്ഞു വന്ന പൊതുവർത്തമാനം പോലെ പറഞ്ഞു വന്നിട്ട് രാവിലെ ലളിതാംബിക മേഡം പറഞ്ഞതും ഇപ്പോൾ ഈ 2 ഡോക്ടേഴ്സ് പറയുന്നതും ഭാഷയിൽ വ്യത്യാസം. ഇവർ ഭംഗിയായ ഭാഷയിൽ പറഞ്ഞു, ലളിതാംബ ഡോക്ടർ അവരുടേതായ ഭാഷയിൽ പറഞ്ഞു. ഇതേ ഉള്ളൂ വ്യത്യാസം. ഞാൻ പറയുന്നത് ഒന്ന് അഡ്മിറ്റ് ചെയ്യണ്ടേ? ആ ചെയ്ത ഡോക്ടേഴ്സ് ആരാണെങ്കിലും A or B, എനിക്ക് അത് അന്വേഷിച്ച് വരട്ടെ. ആ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു കാര്യം കൃത്യം ഉണ്ടായ തെറ്റ് എന്നാൽ സംഘടന ഒന്ന് അഡ്മിറ്റ് ചെയ്യണ്ടേ? സംഘടനയുടെ ഭാരവാഹിയായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ, ആരോഗ്യ വിദഗ്ധനായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം. അതൊരു പ്രധാന കാര്യമല്ലേ?
ഞാൻ ഏത് സ്റ്റാഫിൻ്റെ കുറവ് ഏത് ഹോസ്പിറ്റലിൽ വന്നാലും ഞാൻ ചോദിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സഫർ ചെയ്യുമോ? നിങ്ങൾ ഡോക്ടേഴ്സ് അല്ലേ, ഞാൻ ചോദിക്കണം, സഫർ ചെയ്യുമോ? അവിടെ ആവശ്യമായ അനസ്തേഷ്യ ഡോക്ടേഴ്സും അസിസ്റ്റ് ചെയ്യാനുള്ള ആളുകളും സ്ക്രബ് നഴ്സും ഇല്ലാതെ നിങ്ങൾ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ പോസ്റ്റ് ചെയ്യുമോ? ഡോക്ടർ എച്ച് സലാം, നമ്മളിത് കുറച്ച് ആളുകളല്ലേ? നിങ്ങൾ ഡോക്ടറെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു ഡോക്ടർ ഒരു ദിവസം എത്ര സർജറി ചെയ്യുന്നുണ്ട്, ഒരു ആശുപത്രിയിൽ എത്ര സർജറി നടക്കുന്നുണ്ട്, അതിന് ഈ സ്റ്റാഫ് പാറ്റേൺ പര്യാപ്തമാണോ? അതിനല്ലേ മറുപടി പറയേണ്ടത്. 1960 സ്റ്റാഫ് പാറ്റേണിലാണ് 2026 സർജറികൾ നടക്കുന്നതെങ്കിൽ അതിൽ ഗുരുതരമായ കുഴപ്പമുണ്ട്. എച്ച് സലാം, ഗുരുതരമായ പ്രശ്നമുണ്ട്. അജിംസ് ഞാൻ പറയുന്നത് പറഞ്ഞു വരട്ടെ, ബാക്കി അതിനുശേഷം ചോദിച്ചോളൂ. ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞത് ഇന്ന് ഉള്ള സ്റ്റാഫ് പാറ്റേൺ വെച്ചുകൊണ്ട് ഒരു സർജറിയും ആ സർജറി ചെയ്യാൻ പര്യാപ്തമായ സ്റ്റാഫ് ഇല്ലാതെ പോസ്റ്റ് ചെയ്യില്ല, ഡോക്ടേഴ്സ് പോസ്റ്റ് ചെയ്യില്ല. അതിന് അനസ്തേഷ്യയും അസിസ്റ്റ് ചെയ്യാൻ ആളുകളും സ്ക്രബ് നഴ്സും ഇല്ലാതെ ചെയ്യില്ല. ബാക്കി പലയിടത്തും സഫർ ചെയ്യും, OT ഒരിക്കലും ചെയ്യില്ല. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ തിരുത്തുകയല്ല. നോക്കൂ, ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡ പ്രകാരം ഒരു സ്ക്രബ് നഴ്സ് മാത്രം കൂടെ പോരാ. നിങ്ങൾ എന്നെ പറയിപ്പിക്കില്ല, എന്നെ വിളിക്കണ്ട, എന്നോട് സംസാരിക്കണ്ട. ഓക്കെ, അങ്ങ് പൂർത്തിയാക്കി, എന്നിട്ട് ചോദിക്കാം. പൂർണ്ണമായി പറയാൻ പറ്റില്ല. പൂർത്തിയാക്കി പറ. ഞാൻ പറയുന്നത് സ്റ്റാഫ് പാറ്റേൺ 961 വർഷം പറയാം. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നോക്കൂ. ഞാൻ ചോദിക്കുന്നത്, നേരത്തെ RSB വഴി, പിന്നെ കാസ്പ് വഴി, NHM വഴി, ഈ പല രീതിയിൽ നമ്മുടെ ഈ കുറവുകൾ കുറേയെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയുള്ള നിലയിൽ ഒരു സംവിധാനമുണ്ട്. നേഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ എടുത്തു കൊടുക്കുന്നുണ്ട്. NHMൻ്റെ ഞാനിപ്പോൾ ആലപ്പുഴ ഉദാഹരണം പറയാം. NHM എടുത്തു കൊടുത്ത സ്റ്റാഫ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാസ്പിൻ്റെ ഭാഗമായി നിയമിക്കപ്പെട്ട നേഴ്സുമാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഏത് ഹോസ്പിറ്റൽ നോക്കിയാലും കാണാം. ഡോക്ടേഴ്സ് പറഞ്ഞ സ്റ്റാഫ് പാറ്റേൺ പഴയതാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും എനിക്കില്ല. പേഷ്യൻസിൻ്റെ നമ്പർ കൂടുതലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 3000 മേലെ OP വരുന്ന ദിവസമുണ്ട്. ചിലപ്പോൾ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ 2000 മേലെ OP വരുന്ന ദിവസമുണ്ട്. അതെനിക്ക് തർക്കമില്ല, തർക്കമുള്ള കാര്യമാണ് പറയുന്നത്. ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അരുൺ അദ്ദേഹം പറഞ്ഞ പോലെ ഈ 10 വർഷം 10,320 പുതിയ തസ്തിക ഉണ്ടാക്കി കേരളത്തിലെ ഗവൺമെൻറ് ഈ മേഖലയിൽ മാത്രം. ഹെൽത്തിൽ 10,320 പുതിയ തസ്തിക ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ 10 കൊല്ലത്തിനിടയിൽ. ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ്. അദ്ദേഹം പറയുമ്പോൾ ഈ 10 കൊല്ലം ഒന്നും ഉണ്ടായില്ലെന്ന് പറയരുത്. പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കുന്നത് ചെറിയ സംഗതിയാണോ? നമ്മുടെ ഒരു ഗവൺമെൻറ് ടോട്ടലായി ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? നമ്മുടെ ഒരു സംവിധാനത്തിൽ സാധാരണക്കാർക്ക് സ്പെഷ്യാലിറ്റി സൗകര്യവും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം കിട്ടാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം ഹോസ്പിറ്റലുകളിൽ. ഒപ്പം ഇവർ പറഞ്ഞ പോലെ സ്റ്റാഫിൻ്റെ നിലയിൽ മെച്ചപ്പെട്ട നില വരണം. ഇവിടെ കോൺഗ്രസിനെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇത് മൊത്തം വീണ ജോർജിൻ്റെ ഭാഗം. ഇപ്പോൾ 2017 ഉണ്ടായ സംഭവത്തിൽ വീണ ജോർജ് മന്ത്രിയാണോ? 2021 മെയ് മാസം 12 ഉണ്ടായ സംഭവത്തിൽ വീണ ജോർജ് മന്ത്രിയാണോ? കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് വീണ ജോർജാണ് ഇതിൻ്റെ അന്നത്തെ കുറ്റവാളി എന്നാണ്. അന്നത്തെ കുറ്റവാളി ആവില്ല. ഇപ്പോൾ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഈ വകുപ്പിൻ്റെ ഭാഗമായി സ്വാഭാവികമായും അതെല്ലാം പറയാനുള്ള ബാധ്യതയുണ്ട്. അത് വേറെ കാര്യം. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പോലെ അന്ന് മന്ത്രി പോലും അല്ലാതിരിക്കുന്ന സമയത്ത് വീണ ജോർജ് അന്നത്തെ പ്രതിയാണ് എന്ന് വാദിക്കരുത്. നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ഞാൻ പറയുന്നത് ഒരു സിസ്റ്റത്തിന് മൊത്തമായി ഒരു നമുക്ക് പറയാൻ പറ്റുന്ന എപ്പോഴാണ്? ഇപ്പോൾ ഒരു കോവിഡ് വന്നു, അല്ലെങ്കിൽ നിപ്പ വന്നു, ഇങ്ങനെ ഒരു ടോട്ടലായ ഒരു സിസ്റ്റത്തെ ഒരു സൊസൈറ്റിയെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനും തരണം ചെയ്യാനും കഴിയുന്ന സംവിധാനം ഒരുക്കാൻ ഒരു സർക്കാരിന് പറ്റുന്നില്ലെങ്കിൽ ടോട്ടലി പരാജയം എന്ന് പറയാൻ പറ്റും. ഇത് ചെയ്യുന്നൊരു സർജറിയിൽ നേരത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ഒരു ടീം ചെയ്യുന്നതാണ് സർജറി. ആ ടീം ചെയ്യുന്ന സർജറിയിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് വരുമ്പോൾ ആ ടീമിൽ പെട്ടവർക്കാണ് കുറ്റം. പ്രൈമറി പ്രഥമ ദൃഷ്ടിയ അല്ലേ? അത് അങ്ങനത്തെ കാണണം. അതിന് മറയ്ക്കാൻ രാവിലെ ലളിതാംബി ഡോക്ടർ പറഞ്ഞ പോലെ ആ ഉള്ള സിസ്റ്റത്തിൽ കൃത്യമായി 2.25 ലക്ഷം സർജറി കേരളത്തിൽ നടന്നിരിക്കുന്നു. ആ നടന്നപ്പോൾ അവിടെ എല്ലായിടത്തും ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിച്ചോ? ഇവിടെ ഉണ്ടായ കാര്യത്തിൽ ആ കുറ്റം ആ ടീമിൻ്റെ ഭാഗമായി ഉണ്ടായ കുറ്റമാണ്. അത് അങ്ങനെ കാണുക എന്ന ഒരു പ്രധാനപ്പെട്ട അത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. അത് പൊളിറ്റിക്കലി നമ്മളാരും രാഷ്ട്രീയമായി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ രാഷ്ട്രീയമായി അങ്ങോട്ട് വാദിക്കേണ്ട കാര്യമോ തിരിച്ച് ശ്രീ അനൂപ് ഇങ്ങോട്ട് രാഷ്ട്രീയം വാദിക്കേണ്ട കാര്യമല്ല. ഏത് ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഒരു ഗവർണർ അണുബാധ ഉണ്ടായി മരിച്ച കാലമാണ് UDFൻ്റെ കാലം. അരുണ് മറന്നുപോരുത്. സിക്കന്ദർ ഭക്ത് എന്ന ഗവർണർ ഈ കേരളത്തിൽ വന്ന് ചികിത്സിച്ച് അണുബാധയേറ്റ് മരണപ്പെട്ട നാടാണ് ഈ കേരളം.
SIT ഹോസ്പിറ്റലിൽ അണുബാധയേറ്റ് ധാരാളം കുഞ്ഞുങ്ങൾ മരിച്ചു വീണ നാടാണ് കേരളം UDF-ന്റെ കാലത്ത്. ഇത് നമുക്ക് അങ്ങോട്ട് കൂടെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. ഈ 10 കൊല്ലത്തുണ്ടായ ഹെൽത്തിലുണ്ടായ മാറ്റം കേരളത്തിലെ 13 ജില്ലകളിൽ കാത്ത് ലാബ് ഉണ്ടെന്നിപ്പോൾ. കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കാത്ത് ലാബുകളിലും അതെല്ലാം ഉണ്ടാക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. ഒരെണ്ണമില്ല അജിസെ UDF-ന്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു കാത്ത് ലാബ് ഉണ്ടോ കേരളത്തിൽ? കാണിച്ചു തരാൻ പറ്റുമോ? ഒരെണ്ണം, ഒരു സിംഗിൾ കാര്യം കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ന് 13 ജില്ലയിൽ കാത്ത് ലാബുണ്ട്. ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു പൊതുജനാരോഗ്യ സംവിധാനത്തെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇങ്ങനെ ഇത് മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി, ഈ സൗകര്യം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് നമ്മുടെ എനിക്കും നേരിട്ട് ബോധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ ഹോസ്പിറ്റലുകളിലും ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ പറയാം, അവിടെ ഇപ്പോൾ MRI സ്കാനുണ്ട്, CT സ്കാനുണ്ട്, എൻഡോസ്കോപ്പി ഉണ്ട്, മാമോഗ്രാം ഉണ്ട്, ബ്രോങ്കോസ്കോപ്പി, എല്ലാ സൗകര്യമുണ്ട്. അവിടേക്ക് 2000 പേര് OP-യിൽ വരികയാണ്. അത് വരുന്നതിൽ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൗകര്യം മെച്ചപ്പെടുത്താൻ കഴിയുന്നതിന്റെ ഭാഗമായി കൂടി അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് സാധാരണ മനുഷ്യർ. നമ്മുടെ പ്രയോറിറ്റി സാധാരണക്കാരന് പൈസ അധികം ചെലവാക്കാതെ ചികിത്സ മാക്സിമം കൊടുക്കാൻ കഴിയുന്ന സിസ്റ്റമായി നമ്മുടെ സിസ്റ്റത്തെ മാറ്റുക എന്നുള്ളത്, അതിനൊരു പ്രയോറിറ്റി ഈ 10 വർഷക്കാലം LDF ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ സംവിധാനത്തിന്റെ ഭാഗമായി വന്ന ഇത്തരം കുറവുകൾ, അത് ആ കുറവായി കണ്ടുകൊണ്ട് പരിഹരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഉണ്ടാവുന്ന തെറ്റുകളെ അത് ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടിലേക്ക് വരിക എന്ന കാര്യം പ്രധാനമായി കണക്കിലെടുക്കണം. അതാണ് എനിക്കത് സംബന്ധിച്ച് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. സലാം, ഞാൻ 2 ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഒന്ന്, 60 സ്റ്റാഫ് പാറ്റേൺ വെച്ച് നിങ്ങൾ 13,000 പുതിയ തസ്തിക സൃഷ്ടിച്ചിട്ട് കാര്യമില്ല. കാരണം ആ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് സിസ്റ്റം മുന്നോട്ട് പോവുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പോലീസ് അന്വേഷണം എന്ന് പറയുന്നു. ഏത് നിയമം ഉപയോഗിക്കും? ക്രിമിനൽ നെഗ്ലിജൻസോ ഡോക്ടർക്കെതിരെ? അത് ഇന്നിപ്പോ ആ ഡോക്ടർ സംസാരിച്ച ഒരു വർത്തമാനം കേട്ടില്ലേ? ഇത് തങ്ങളുടെ കുറ്റമല്ല എന്നൊരു വാദഗതി ഉന്നയിക്കുകയാണ്. മാത്രമല്ല അതിൽ പോയത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഈ 5 വർഷം, അന്ന് 2021 നടന്ന സർജറിയുടെ ഭാഗമായിട്ടാണോ അല്ല അതിനു മുമ്പ് 20 കൊല്ലം മുമ്പ് ഒരു സർജറി നടത്തിയിട്ടുണ്ട്, അന്ന് പോയതാണെന്ന് എങ്ങനെ അറിയുമെന്നാണ്. അത് കണ്ടുപിടിക്കുക എന്താ സംവിധാനം? ശാസ്ത്രീയമായിട്ട് വേണം ഉള്ളിൽ കിടക്കുന്ന ഈ ഉപകരണത്തിന്റെ മറ്റു തരത്തിലേക്കുള്ള സയന്റിഫിക്കായ പരിശോധനയിലൂടെ കണ്ടെത്താനൊക്കെ പറ്റും. ഞാൻ അങ്ങനെയെല്ലാം കൂടെ കണ്ടെത്തലിലേക്ക് പോകണം, പോലീസ് അന്വേഷിക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. സ്റ്റാഫ് പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാഫ് പാറ്റേൺ മാറ്റണം. എനിക്ക് അത്യാവശ്യം അഭിപ്രായമൊന്നുമില്ല. രോഗികളുടെ നമ്പർ വർദ്ധിക്കുന്നതനുസരിച്ച്, സൗകര്യം കൂടുന്നതനുസരിച്ച് സ്റ്റാഫ് പാറ്റേൺ വർദ്ധിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നില, ഒരു എക്കണോമിക്കലായ നില കൂടി കണക്കിലെടുത്താണ് സ്വാഭാവികമായിട്ട് ഏത് ഗവൺമെന്റ് ആണെങ്കിലും അത്തരം കാര്യങ്ങൾ പരിഗണിക്കപ്പെടും. ഞാൻ പറഞ്ഞത് ആ സ്റ്റാഫ് പാറ്റേൺ ഒഫീഷ്യലി അങ്ങനെ നിൽക്കുമ്പോഴും നമ്മുടെ സർവീസ് മെച്ചപ്പെടുത്താൻ അതിന് ഞാൻ ഈ പറഞ്ഞ കാസ്പ് വഴിയും നേരത്തെ RSP വഴിയും NHM വഴിയും കുറെ അധികം ഇത്തരം സർവീസ് ചെയ്യാൻ കഴിയുന്ന ജീവനക്കാരെ നിയമിക്കാനുള്ള സിസ്റ്റം കൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ ഡോക്ടർ സഞ്ജീവ്, ഒറ്റ കാര്യം, അതായത് ഈ ഒരു സർക്കാർ അതിൻ്റെ പോളിസി, ഹെൽത്ത് പോളിസിയൊക്കെ തീരുമാനിക്കുന്നത് തന്നെ നിങ്ങളെപ്പോലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കൂടി എടുത്തിട്ടാണ്. അപ്പോൾ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുന്നു, കൂടുതൽ ആശുപത്രി. കോഴിക്കോട് പുതിയൊരു ആശുപത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവയവമാറ്റത്തിന് വേണ്ടി ആശുപത്രി. അങ്ങനെ ആശുപത്രികൾ വരുന്നു, കെട്ടിടങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ നടക്കണമെങ്കിൽ സ്റ്റാഫ് വേണം, സ്റ്റാഫ് പാറ്റേൺ മാറണം എന്നൊരാവശ്യം എത്ര ശക്തമായി നിങ്ങളുടെ സംഘടന ഉൾപ്പെടെ സർക്കാർ മുന്നിൽ വച്ചിട്ടുണ്ട്? ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തത്തിൽ നിന്ന് അന്ന് ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന്റെ റിസൾട്ട് വരുന്നതനുസരിച്ച് തന്നെ നടപടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് പ്രാഥമിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് നേഴ്സിന് ആർക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല. പ്രാഥമികമായിട്ട് അത് അവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗം തന്നെയാണ്. അതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല അമ്പേ തകരാറിലെന്നുള്ള അഭിപ്രായമൊന്നും KGMCTക്ക് ഇല്ല. കാരണം കേരളത്തിലെ സാധാരണ പിന്നെ മെഡിക്കൽ കോളേജുകളിലേക്കും ഗവൺമെന്റ് ആശുപത്രിയിലേക്കും ആളുകൾ വർദ്ധിച്ച രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ആ മേഖലയ്ക്ക് കുറച്ച് വിശ്വാസ്യതയൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിന് ഉണ്ടായിട്ടുള്ള വളർച്ച ഒരുപക്ഷെ എന്നെക്കാളൊക്കെ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA. ഞങ്ങളൊക്കെ ഒരു കാലത്ത് സലാമിക്കാന്ന് വിളിച്ചിട്ട് നാളെ. അപ്പോൾ അത് ആ വളർച്ച എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട്, അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവയവ മാറ്റത്തിനുള്ള ആശുപത്രിയിലും പോസ്റ്റുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ പോസ്റ്റുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഞാനിപ്പോ ബഹുമാനപ്പെട്ട MLA സലാം സാർ ഇരിക്കുന്നതുകൊണ്ടുകൂടി പറയുകയാണ്. ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം, ഇപ്പൊ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റുകൾ ഉണ്ടാക്കി, പ്രൊഫസർമാരുടെ പോസ്റ്റുകൾ ഉണ്ടാക്കി. ആ ഓർഡറിൽ പ്രത്യേകം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ തസ്തിക നികത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഓർഡർ അവസാനിക്കുന്നത്. ആ ഓർഡർ ഇറങ്ങിയിട്ട് 2 മാസമായി. എത്ര പ്രൊഫസർമാർ അവിടെ നിയമിച്ചിട്ടുണ്ട്?
ആരാണ് ഈ ഓർഡർ വൈകിപ്പിക്കുന്നത്? ഗവൺമെന്റ് കുഴപ്പമല്ല, ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നെ കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഈ സ്ഥലത്ത് പ്രൊഫസർമാരുടെ പോസ്റ്റ് സർക്കാർ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ആ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റിലേക്ക് ആ ഓർഡറിൽ പ്രത്യേകം പരാമർശമുണ്ട്, എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും 2 മാസമായിട്ട് അവിടെ ആരും ഫില്ല് ചെയ്തിട്ടില്ല. അപ്പൊ എവിടെയാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്? അത് അന്വേഷിക്കേണ്ടതല്ലേ? ആരാണ് ഇത് തടസ്സപ്പെടുത്തുന്നത്? അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ സിസ്റ്റത്തിനകത്ത് ചില വൈതാളികന്മാർ നടത്തുന്നുണ്ട്. അത് അധികാരത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾ അതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോ ഇവിടെ പറഞ്ഞതേ. അപ്പൊ ഈ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാത്തതൊന്നുമല്ല പ്രശ്നം, നമ്മളുടെ ജനത്തിന്റെ ആ ഒരു സ്ട്രെങ്തിനനുസരിച്ചുള്ള പോസ്റ്റ് ക്രിയേഷൻ നടക്കുന്നില്ല. മാത്രമല്ല എൻട്രി കേഡറിലേക്ക് ആളുകൾ വരുന്നില്ല, അതാണ് പ്രശ്നം. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നമ്മൾ PSC പരീക്ഷ നടത്തുകയും ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പല ആളുകളും അവിടേക്ക് വരാൻ മടിക്കുകയാണ്. എൻട്രി കേഡർ തസ്തികയിലുള്ള ശമ്പളത്തിൽ ഒരു അനാകർഷണം അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ സർക്കാർ KGM-CT ആയിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് അതിൽ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും എൻട്രി കേഡറിലേക്ക് ആളുകൾ വരുന്നതിന്റെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? മുകളിൽ നിന്ന് ആളുകൾ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ താഴത്തുനിന്ന് ഫില്ല് ചെയ്യാൻ ആളില്ലാതെ വരുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിലേക്ക് സ്ഥിരമായിട്ടൊരു ഡോക്ടറെ കിട്ടിയിട്ട് നാൾ പറയും ഈ പ്രശ്നമുണ്ട്. അപ്പൊ ഇത് എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് വളരെ അനുഭവപൂർവ്വം എല്ലാവരുടെയും പരാതി കേട്ടിട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അവിടെ ഈ പറഞ്ഞ സ്റ്റാഫ് പാറ്റേൺ ഒരു പ്രശ്നം തന്നെയാണ്. അത് പോസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, കൃത്യമായിട്ട് പോസ്റ്റിംഗ് നടക്കണുണ്ടോ, പ്രൊമോഷൻ നടക്കണുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് തലത്തിൽ അത് ഉണ്ടാകണം എന്നുകൂടിയാണ് എനിക്ക് പറയുന്നത്. ശരി, VR അനൂപ്, ഇവിടെ ഡോക്ടർ സഞ്ജയ് ചൂണ്ടിക്കാട്ടുന്നത് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആളെ നിയമിക്കുന്നില്ല. ഈ നിയമന നിരോധനം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എല്ലാ മേഖലകളിലും ഇത് തന്നെയാണോ? അങ്ങനെയാണോ? അതായത് ഇത് ആരോഗ്യ മേഖലയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ്. ജനങ്ങൾ നേരിട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വലിയ തസ്തികയില്ല, പ്രൊഫസറാണ്. പ്രൊഫസർ എന്ന് പറഞ്ഞാൽ താഴെ ഇരിക്കുന്ന അസോസിയേറ്റ് പ്രൊഫസറെ പ്രൊമോട്ട് ചെയ്ത് നിയമിച്ചാൽ മതി. അവിടെ അത് ഗവൺമെന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യണമെന്ന്, എന്നിട്ട് പോലും 2 മാസമായിട്ട് നടക്കത്തില്ല. ശ്രീ VR അനൂപ്, കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ കാര്യം എത്രയോ കാലമായി അവിടെ സമരം നടക്കുകയാണ്. അവിടെ ജനങ്ങൾ മടുത്തു. അതൊക്കെ ഈ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടാക്കിയത് നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്താണ്. അതിൻ്റെ ഒരു ദുരിതം അതിപ്പോൾ മഞ്ചേരിയിലാണെങ്കിലും കാസർഗോഡാണെങ്കിലും പാലക്കാടാണെങ്കിലും ഇത്തരം പരാതികളും പ്രശ്നങ്ങളും നിരവധിയാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിഴവ് പറ്റിയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? അത് നടപടി എടുത്തേ തീരൂ. പക്ഷേ അതിനൊക്കെ ഇത്തരം ഇതിനകത്ത് ഈ സംവിധാനത്തിന് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് കൈയൊടുകയിൽ എക്സലാം ചെയ്യുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മരണം ഉണ്ടാകുമ്പോൾ ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന് മർദ്ദിച്ചതിന്റെ പേരിലാണോ ആഭ്യന്തര വകുപ്പിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്? ഇത് വളരെ കൃത്യമാണെന്ന്. ഇത്തരം അലംഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യും. അതിന് പകരം ഇപ്പോഴും സലാമിനെ പോലെ ഉള്ള ഒരു MLA പറയുന്നത് എന്താ? UDF-ന്റെ ഭരണകാലത്ത് അണുബാധ ഉണ്ടായിട്ടില്ലെന്ന. അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളുടെ ആശുപത്രിയിൽ ഈ കത്രിക രോഗിയുടെ വയറ്റിലിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ മതി. ഇത് UDF-ന്റെ ഭരണകാലത്തുണ്ടായ കത്രികയാണെന്ന് പറഞ്ഞാൽ മതി. അത് അങ്ങനെ ന്യായീകരിച്ചാൽ മതിയെന്നേ. നിങ്ങൾ അങ്ങനെ ന്യായീകരിക്കാൻ ശേഷിയുള്ള ആളുകളാണ്. അത് ഏറ്റു പറയാനുള്ള സൈബർ സംവിധാനം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു പോകണം. പക്ഷെ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ കൃത്യമാണ്. ഇത് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്താ? UDF-ന്റെ ഭരണകാലത്ത് ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ, ആരോഗ്യ മേഖലയിൽ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ കൊണ്ടുവന്നതിന് തുടക്കമിട്ടത് ഞങ്ങളല്ലേ. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ അത്തരം ഒരു വികസന മോഡൽ കേരളത്തിലെ എല്ലാ ജില്ലകളും കൊണ്ടുവന്നു. അത് മാത്രമല്ല, പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് പാലക്കാട് കൊണ്ടുവന്നു. ഒരു മന്ത്രിയുണ്ട്, AP അനിൽകുമാർ. അതിന്റെ അല്ല, ഞാൻ പറഞ്ഞ ഇതിന് സാമൂഹിക നീതിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് കേരളത്തിലെ ഇപ്പോ ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇപ്പൊ കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നപ്പോ ഇപ്പൊ കേരളത്തിൽ പട്ടികജാതിക്ക് വേണ്ടി ഒരു മന്ത്രി പോലും ഇല്ല. നമ്മുടെ പൊതുജന ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രാന്തവൽക്കരിക്കപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഈ ദളിതർ, ആദിവാസികൾ, സാധാരണക്കാരൊക്കെ സ്പർശിക്കുന്നത് കാരണം നിങ്ങൾ ആ മോഡലെ കുഴിച്ചുമൂടി. കിഫ്ബിയിലേക്ക് ബഡ്ജറ്റ് അലോക്കേഷൻ കിഫ്ബിയിലേക്ക് മാറ്റി. എന്നിട്ട് ഈ പറയുന്ന ഏറ്റവും താഴെത്തട്ടിനെ സ്പർശിക്കാത്ത അതിന്റെ ഇത് ആരോഗ്യ മേഖലയിൽ അടക്കം നിലനിൽക്കുകയാണ്. നിങ്ങൾ അതിനെ കൃത്യമായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ കാലത്ത് ഏറ്റവും മികച്ച രീതിയിലാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കണ്ടേ? ഈ മന്ത്രിയുടെ സമീപനം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഇത്തരം
കാര്യങ്ങൾ വരുമ്പോ ഒരു വകുപ്പ് മന്ത്രി പ്രതികരിക്കേണ്ട രീതിയിലാണോ ബഹുമാന്യയായ വീണ ജോർജ് പ്രതികരിക്കുന്നത്? അവരുടെ പരിഹാസം, അവരുടെ ധാർഷ്ട്യം, അവരുടെ അഹങ്കാരം അത് അഭിസംബോധന ചെയ്യപ്പെടേണ്ടതല്ലേ? നിങ്ങൾ ഇത് ഡോക്ടർമാർ ചെയ്തു, ഡോക്ടർമാരെ പുറത്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇവരൊക്കെ തന്നെയല്ലേ? ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കസ്റ്റഡി മരണം ഉണ്ടായാൽ എന്തിനാ നിയമസഭയിൽ ആഭ്യന്തര വകുപ്പിന് വിമർശനം വരുന്നത്? LDF ഭരിച്ചാലും UDF ഭരിച്ചാലും പതിവല്ലേ? ഇവിടെ നിങ്ങൾ ഈ ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ നിരന്തര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അവിടുത്തെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? ആ പള്ളി പോയി പറഞ്ഞാൽ മതിയെന്നേ. ഇവിടെ വളരെ കൃത്യമാണ്. നിങ്ങളുടെ തന്നെ സഹയാത്രികനായ ഡോക്ടറല്ലേ പറഞ്ഞത് വേണ്ടത്ര ശസ്ത്രക്രിയ ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളില്ല, വലിയ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് നേരിടുന്ന ദുര്യോഗം നമുക്ക് അറിയുന്നതല്ലേ? അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ പറയുന്ന കേരള മോഡൽ പൊള്ളത്തരം പോലെ അതിദരിദ്രം ഇല്ലാതാക്കിയതുപോലെ എന്ന് പറയുന്നത് പോലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി കുത്തഴിഞ്ഞ് കിടക്കാണെന്നേ. അതിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അതിനെ അഡ്രസ് ചെയ്യുന്നതിന് പകരം, അതിനെ പരിഹരിക്കുന്നതിന് പകരം, അതിന് സമവായം ഉണ്ടാക്കി ചർച്ചകൾ ഉണ്ടാക്കുന്നതിന് പകരം ഈ പറയുന്ന എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കപ്പെടണം. ഇതിന്റെ ആത്യന്തികമായി ഇതിന്റെ ഇരകൾ എന്ന് പറയുന്നത് പൊതുജനമാണ് എന്നതുപോലെ തന്നെ ഡോക്ടർമാർ, നഴ്സുമാർ ഉൾപ്പെടെ ഉള്ള ആളുകളാണ്. ഇപ്പോ ഇത്തരം ഒരു ടെൻഷൻ, ആരോഗ്യ മേഖലയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ആയത്തിരകൾ ആക്രമിക്കപ്പെടുന്ന ആളുകൾ കൂടിയല്ലേ? അപ്പൊ ഇവിടെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിന്, സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സർക്കാർ സമ്പൂർണമായ പരാജയമാണ്. അതിന് സർക്കാർ ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചകൾ പരിശോധിക്കുമെന്ന് പറയുന്നതിന് പകരം ഇത് തീർച്ചയായും ഡോക്ടർമാർക്ക് പങ്കുണ്ട്, ഡോക്ടർമാരാണ് ആ സമയത്തുണ്ടായ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പങ്കുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എല്ലാ കാലത്തെയും പോലെ മുമ്പ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാവുന്നത് നമ്മുടെ ഒരു പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ലെവലിലുള്ള ആശുപത്രികളുടെ ഒരു കാര്യക്ഷമതയായിരുന്നു. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ ബ്ലീഡ് ചെയ്യാൻ കാരണം, ഇത്രയധികം രോഗികൾ വന്ന് ഡോക്ടർമാർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരാൻ കാരണം ഈ മേഖലയിൽ വേണ്ടത്ര സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അഭാവമാണോ? തീർച്ചയായും ഇത് പല ഡോക്ടർ അരുൺ, നേരത്തെ പറഞ്ഞ ഡോക്ടർ അരുൺ, പ്രധാനമായിട്ട് ഇന്ന് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം നഷ്ടപ്പെട്ട് കുറേ വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള, വിഷമമുണ്ടാവാവുന്ന അല്ലെങ്കിൽ രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കാവുന്ന കേസുകൾ ഇന്ന് പലപ്പോഴും ഈ താലൂക്ക് ആശുപത്രികളിൽ പലപ്പോഴും, അല്ലെങ്കിൽ അതുപോലെ അതിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഡീല് ചെയ്യാൻ, അത് ചികിത്സിക്കാനായിട്ടുള്ള മടി കാര്യമായിട്ടുണ്ട്. അത് ഒന്ന് നേരത്തെ ഇത്ര ഹോസ്പിറ്റൽ വയലൻസ് എല്ലാം ഉണ്ടായപ്പോൾ നമുക്ക് തല്ല് കിട്ടുമോ എന്നുള്ള പേടിച്ചിട്ടാണ് പലപ്പോഴും ഡോക്ടർമാർ ചികിത്സിക്കാൻ ഒരുപെടുന്നത്. അപ്പോൾ എന്ത് പറ്റും? പലപ്പോഴും ഡോക്ടർക്ക് ധൈര്യക്കുറവുണ്ടാവും. ഇത് ചികിത്സിച്ചാൽ അപ്പോൾ രോഗി ചോദിക്കും, രോഗിയുടെ ആൾക്കാർ ചോദിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ ചോദിക്കും. അപ്പോൾ നമ്മളല്ല, അങ്ങനെ ഉറപ്പ് തരാൻ പറ്റില്ല, എന്നാൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ വേണ്ടതിലധികം തിരക്ക് വരുന്നു. മെഡിക്കൽ കോളേജിൽ വളരെയധികം തിരക്ക് വരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ക്വാളിറ്റി ഓഫ് കെയറും കുറയുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു 3000 പേരാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ OP-യിൽ നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാരുടെ എണ്ണം നമുക്കറിയാലോ. അപ്പോൾ ഒരു ഡോക്ടർക്ക് എത്ര മിനിറ്റാണ് ഒരു രോഗിക്ക് കൊടുക്കാൻ പറ്റുക? ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊടുക്കണം എന്നാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് 1 മിനിറ്റ് കൊടുക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കണം. പക്ഷെ നമ്മൾ നോക്കുന്നുണ്ട്, ഡോക്ടർമാർ അങ്ങനെ നോക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഫ്ലോർ നേഴ്സ് ഇല്ലാതെ ഇവിടെ ഓപ്പറേഷൻ ചെയ്യില്ല എന്ന്. ഒരുവിധം ഒരു സ്ഥലത്തും ഫ്ലോർ നേഴ്സ് ഇല്ല. വളരെ കുറവുള്ള ചില ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമേ ഫ്ലോർ നേഴ്സ് ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? രോഗികൾ സഫർ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചോര നീരാക്കി നമ്മൾ പണിയെടുക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സത്യം പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടന പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഡോക്ടർമാർ ഇനി പണിയെടുക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ തീരും. പക്ഷേ രോഗികൾക്ക് പ്രശ്നമായിരിക്കും, സർക്കാരിനൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ പണിയെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നും കൂടെ എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ 60-ലെ സ്റ്റാഫ് പാറ്റേൺ അംഗീകരിച്ചു. ഇപ്പോൾ ഈ 10 വർഷമായിട്ടും ഈ 60-ലെ സ്റ്റാഫ് പാറ്റേൺ അംഗീകരിക്കുന്നത് മാത്രമല്ല, അതിൽ മാറ്റാൻ സാധിച്ചില്ല. അപ്പോൾ എന്നാൽ കുറേ മാറ്റങ്ങൾ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുറേ മാറ്റങ്ങൾ വന്നത് പലപ്പോഴും എന്താണ്, ഇതുപോലെയുള്ള വലിയ കെട്ടിടങ്ങൾ കെട്ടുകയും വളരെ എന്താ പറയുക കാണാൻ വളരെ ഭംഗിയുള്ള ഒരുപാട് സംഭവങ്ങൾ നടത്തുകയും ചെയ്യുമ്പോഴും അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ എണ്ണത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ KGMCയുടെയും KGMOയും ഒക്കെ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ ആവശ്യങ്ങൾക്ക് യാതൊരു പുലിവില കൂടി കൽപ്പിക്കുന്നില്ല. വേറെ ആര് സമരം ചെയ്താലും ഇപ്പോൾ KGMCയുടെ ഇതുവരെ നല്ലൊരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അവരിപ്പോൾ നിരാഹാര സമരം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സർക്കാരിന് കുലുക്കമില്ല. ഡൈസ്നോണാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ. പക്ഷേ അതാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ ആരോഗ്യ രക്ഷാപ്രവർത്തകരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ
ഇതുപോലെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ ആരോഗ്യരംഗം ഇനിയും മോശമാവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് പെരിഫറി ശക്തിപ്പെടുത്തേണ്ടതാണ്. ശരിയാണ്, പെരിഫറി ശക്തിപ്പെടുത്തിയാൽ പോരാ, അവിടെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ ഉണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസത്തിന് ഡോക്ടർമാരെ തല്ലുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ മാധ്യമങ്ങളും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെയുള്ള ഡോക്ടർമാർ താലൂക്ക് ആശുപത്രിയിലേക്കും താലൂക്കിൽ നിന്ന് ജില്ലയിലേക്കും ജില്ലയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കും റെഫർ ചെയ്യുന്നതിന് സാധ്യതകൾ കൂടുകയുള്ളൂ. അപ്പോൾ ഡോക്ടർമാരുടെ മനോവൈര്യം തകർക്കാതെ, നമുക്കറിയാം നമ്മൾ ആരും ഉണ്ടാക്കാൻ നോക്കുന്നില്ല. ഈ ഇതിൽ തന്നെ ഒരു ആർട്ടറി ഫോസപ്സ് വേണം വെച്ച് ആരും വെച്ചതല്ലല്ലോ. അതുപോലെ ഒരു പിഴവും വേണിച്ചിട്ടല്ല. പിഴവ് വരുന്നുണ്ട്, ശരിയാണ്. പിഴവ് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ട് നിർബന്ധമായിട്ടും അതിന് കൂടുതലായിട്ട് സ്റ്റാഫ് വെക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് എല്ലാം ഡോക്ടർമാരുടെ തലയിൽ വെച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാലനില്ലാത്ത കാലം പോലെയാണ്. ആരും മരിക്കാൻ പാടില്ല, ഗർഭസ്ഥ ശിശു പോലും മരിക്കാൻ പാടില്ല. ഇനി വല്ലവരും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാലൻ ഡോക്ടറാണ്. ആ രീതിയിലാണ് ഇപ്പോൾ എല്ലാ പ്രചരണം നടത്തുന്നത്. എല്ലാ പിഴവുകൾ സംഭവിക്കുക, പിഴവുകളല്ലാതെ തന്നെ മരണങ്ങൾ സംഭവിക്കും. ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ മരണങ്ങൾ നടത്താം. അപ്പോൾ അതിനെല്ലാം ഡോക്ടർമാരുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലാതെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇനി ഉണ്ടാവാതിരിക്കും എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. അതിന് ആദ്യം തന്നെ പറയുന്നത് ഫെസിലിറ്റീസ് കൂട്ടുമ്പോൾ സ്റ്റാഫിൻ്റെ എണ്ണമാണ് ഏറ്റവും പ്രാഥമികമായിട്ട് കൂട്ടേണ്ടത്. അതിന് എത്രയും പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ വിഷൻ 2031 എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പരിപാടികൾ നടത്തുമ്പോൾ എത്ര സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടുമെന്നും എത്ര മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ കൊണ്ട് സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടുന്നുവെന്ന് പറയാൻ ഇപ്പം തന്നെ സർക്കാർ തയ്യാറാവണം. അതുപോലെ തന്നെ KGMCTയെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ തീർക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആരോഗ്യരംഗത്തെ വലിയ ഇനിയും കൂടുതൽ സങ്കീർണതകളിലേക്ക് ആരോഗ്യരംഗം പോവാതെ നമുക്ക് നല്ല രീതിയിൽ കേരളത്തിന്റെ ചികിത്സാ രംഗം നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. ആരോഗ്യരംഗം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അവിടെ 66 വർഷം മുമ്പുള്ള ഒരു സ്റ്റാഫ് പാറ്റേണുമായി നമ്മുടെ ആരോഗ്യമേഖല മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പിന്നീട് ഈ മാനുഷികമായ പിഴവുകൾക്ക് ആരോഗ്യ പ്രവർത്തകരെ കുറ്റപ്പെടുത്താൻ എത്രമാത്രം കഴിയും ഈ സിസ്റ്റം ചലിപ്പിക്കുന്ന ഭരണകൂടത്തിന് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. വളരെ നന്ദി. വി ആർ അനൂപ്, എച്ച് സലാം, ഡോക്ടർ അരുൺ, ഡോക്ടർ സഞ്ജയ് ഇത്രയും സംസാരിച്ചു.